കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിയെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായോ എന്ന് കണ്ടെത്താനുള്ള മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ അഷ്വറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബോർഡാണ് യോഗം ചേരുന്നത്. ആനന്ദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്നാൽ ഡോക്ടറെ ന്യായീകരിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ സേവ് ചെയ്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആരോഗ്യ വകുപ്പ് പോലും ഡോക്ടറെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയല്ലേ ഇത്തരമൊരു യോഗം ഇന്ന് ചേരുന്നത്? തീർച്ചയായും ദേവിക, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരി ഇത്തരത്തിൽ കൈക്ക് ശസ്ത്രക്രിയയുമായി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. തുടർന്ന് ആ കുട്ടിയുടെ നാവിന് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. തുടർന്ന് കുടുംബം പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇത് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. തുടർന്ന് ഈ ഡോക്ടർ, അതായത് ഈ ശസ്ത്രക്രിയ ഡോക്ടർ ബിജോൺ ജോൺസനെ പോലീസ് കേസെടുക്കുകയും മാത്രമല്ല സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ ഈ ഡോക്ടർമാരുടെ സംഘടന ഇത്തരത്തിൽ ഈ ഡോക്ടറെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരുന്നു. അതായത് അത്തരത്തിൽ ചികിത്സാ പിഴവുകൾ സംഭവിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ നാവിൽ, അതായത് ഈ ചെറുതാക്കിൽ അത്തരത്തിലുള്ള ഒരു കെട്ടുണ്ട്. ഇത് ഇപ്പോൾ പ്രശ്നമല്ലെങ്കിലും ഭാവിയിൽ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രഥമ പരിഗണന നൽകി അത്തരത്തിലൊരു സർജറി നടത്തിയത് എന്നായിരുന്നു ഡോക്ടർമാരുടെ സംഘടന ന്യായവാദവുമായി മുന്നോട്ടെത്തിയിരുന്നത്. എന്നാൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് പൊതുമേഖലകളിൽ നിന്നെല്ലാം, പൊതുരംഗത്തു നിന്നെല്ലാം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ആ കുട്ടിയുടെ നാവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അഥവാ ഈ ഇത്തരം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തിന്റെ സമ്മതപ്രകാരമോ സമ്മതപത്രമോ എല്ലാം വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും ഈ ശസ്ത്രക്രിയയിൽ നടന്നിട്ടില്ല. അത്തരത്തിൽ വാക്കാൽ പോലും ഈ ഇത്തരത്തിലുള്ള സർജറി ചെയ്യാൻ പോവുകയാണെന്ന് തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ജനൻ ടിവിയുടെ കുട്ടിയുടെ മാതാവ് എന്തായാലും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. മലപ്പുറത്തെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറിന്റെ അടക്കമുള്ള ആളുകളാണ്, ഈ 3-അംഗ ബോർഡാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഡോക്ടർമാർ, ആ സമയത്ത് ശസ്ത്രക്രിയ നടത്തുന്ന സമയത്തുണ്ടായിരുന്ന ഡോക്ടർമാർ, മറ്റ് ആശുപത്രി ജീവനക്കാർ എന്നിവരുടെ എല്ലാം മൊഴികൾ എടുത്തിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ മെഡിക്കൽ ബോർഡിന് ശേഷം ഈ ഡോക്ടറെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ മെഡിക്കൽ ബോർഡ് പ്രധാനമായും ഇന്ന് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ കുട്ടിയുടെ നാവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, ഈ നാവിന് ഡോക്ടർ ആരോപിക്കുന്ന പോലെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, ആരോഗ്യ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിക്കും. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കുടുംബത്തിനോടൊപ്പം തന്നെയാണ്. അത്തരത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ട്. ഇതും എന്തായാലും മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക.